ഇന്നുണ്ടാക്കാൻ പോകുന്ന സാനിറ്റൈസർ ഡിസ്പെൻസറാണ്. നമുക്ക് നമ്മുടെ കടകളിലൊക്കെ വെക്കാനായിട്ടും ഓട്ടോമാറ്റിക് നമുക്ക് തൊടാതെ നമുക്ക് സാനിറ്റൈസർ വരാനായിട്ടൊക്കെ ഉള്ളൊരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതുണ്ടാക്കുന്ന പ്രോക്സിമിറ്റി സെൻസർ വെച്ചാണ്. നമ്മളിതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ. നമുക്കതിന് ആദ്യമേ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്രോക്സിമിറ്റി സെൻസറാണ്. നമ്മളൊരു പ്രോക്സിമിറ്റി സെൻസർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനൊരു 150 രൂപ വില വരും. അപ്പോൾ നമ്മൾ ഇൻഫ്രാറെഡ് ട്രാൻസ്മിറ്ററും അതിൽ തന്നെയുണ്ട്, റിസീവറും അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് VCC ആണ്. കാണാം, അടുക്കത്തെ ഗ്രൗണ്ട്, പിന്നെ ഔട്ട്പുട്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിസ്റ്റർ വേണം. ടിപ്പ് 32C എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസിസ്റ്റർ, അത് ഒരെണ്ണം വേണം. കാണാൻ പറ്റത്തില്ല, ചെറിയതായിട്ടാണ് നമ്മൾ എഴുതിയേക്കുന്നത്. പിന്നെ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രോക്സിമിറ്റി സെൻസറിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു കറണ്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബൾബൊക്കെ നേരിട്ട് കൊടുക്കണമെങ്കിൽ അവത്തിൽ നേരിട്ട് നമ്മളിവിടെ കൈ വെക്കുമ്പോൾ ബ്രേക്ക് ചെയ്ത് ലൈറ്റ് കത്തും. പക്ഷേ മോട്ടർ കറങ്ങണമെങ്കിൽ കുറച്ചുകൂടെ കറണ്ട് വേണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു ചെറുതായിട്ടൊന്ന് ആംപ്ലിഫൈ ചെയ്യാനായിട്ടാണ് ഈ ട്രാൻസിസ്റ്റർ കൊടുക്കുന്നത്, ടിപ്പ് 32C എന്ന് പറയുന്നത്. പിന്നെ ഒരു 1K റെസിസ്റ്റർ വേണം, 1Kയുടെ. പിന്നെ ഒരു LED, നമ്മളത് വേറൊരു കാര്യത്തിന് വെക്കുന്നതാണ് LED, ഞാൻ പറയാം. പിന്നെ നമുക്കൊരു മോട്ടർ വേണം, വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന മോട്ടറാണിത്. ഇതിനൊരു 65 രൂപയൊക്കെ വില വരും. പിന്നെ ഒരു 2-3 ടൈ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്വിച്ച്, പിന്നെ ഒരു 5 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി. ഇത് പവർ ബാങ്കിനകത്തുള്ള ബാറ്ററിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ ഒരു ബോട്ടിലൂടെ എടുത്തിട്ടുണ്ട്, ടിന്ന്. പിന്നെ നമുക്കൊരു ചെറിയ ട്യൂബ് കൂടെ വേണം, അത് വെള്ളം കയറി ഈ മോട്ടറെ കുത്തിയിട്ട് വെള്ളം കയറി വരാനായിട്ടാണ് ഈ ട്യൂബ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മോട്ടർ നമ്മളിവിടുത്തെ പിടിപ്പിക്കാൻ പോവാണ്. മോട്ടർ ഓസിലേക്ക് കുത്തിക്കും. അപ്പോൾ നമ്മുടെ ഓസ് മോട്ടറെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കുപ്പിയിൽ 2 കിഴുത്തിടണം. ഒന്ന് ഈ വയറിന് VCC കൊടുക്കാനായിട്ടും പിന്നെ ഈ വെള്ളം വരാനായിട്ടുള്ള ഓസ് കൂടെ നമ്മൾ രണ്ടായിട്ട് കൊടുക്കണം. 2 കിഴുത്തിടണം. അപ്പോൾ നമ്മൾ അയൺ വെച്ച് 2 കിഴുത്തി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒരു കിഴുത്ത ശകലം വലിപ്പമുള്ളതും ഒരെണ്ണം ശകലം ചെറുതുമാണ് നമ്മളിടാൻ പോകുന്നത്. നമ്മൾ ഇവിടെയായിട്ട് ഒരു വലിയ കിഴുത്തി ഇട്ട് കൊടുക്കാം. അയൺ വെച്ചാണ് നമ്മളിടുന്നത്. ഓസ് കയറാൻ പാകത്തിനൊരു വലിയ കിഴുത്തി ഇടുക. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മളൊരു ചെറിയൊരു കിഴുത്തി ഇടുക, അത് സപ്ലൈ കൊടുക്കാനായിട്ടുള്ള, അത് മതി. ഓക്കെ. നമ്മൾ അയണിൽ ഭയങ്കര പുകയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോട്ടർ ഇട്ട് വെക്കാൻ പോവാണ്. നമ്മൾ മോട്ടർ ഇട്ടിട്ട് നമ്മൾ ഈ വയറും ഓസൂടെ ഇതിനകത്തൂടെ പുറത്തെടുക്കണം, അടപ്പിനകത്തൂടെ പുറത്തെടുക്കണം. അപ്പോൾ നമ്മുടെ മോട്ടർ നേരെ നിൽക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ വെക്കാൻ പോകുന്നത്. നേരെ നിൽക്കുന്ന രീതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ അടപ്പിൻ്റെ കീഴത്തെ കൂടെ അത് ഇറക്കി വെക്കാൻ പോവാണ്. നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി വയറൂടെ കയറ്റി വിടുവാണ്. അപ്പോൾ നമ്മൾ വയറും അകത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മളത് മുറുക്കി വെക്കുവാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സാനിറ്റൈസർ ഡിസ്പെൻസറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടിപ്പ് 32C ട്രാൻസിസ്റ്റർ. ഇതിൻ്റെ ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് ബേസും, നമ്മളിത് നേരെ നമ്മുടെ ഫേസിന് നേരെ പിടിക്കുമ്പം ഉള്ള ഫസ്റ്റ് പിന്ന് ബേസും, നടുക്കത്തത് കളക്ടറും, മൂന്നാമത്തെ പിൻ എമിറ്ററുമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഔട്ട്, ഈ ഫസ്റ്റ് പിന്നിൻ്റെ ഔട്ടാണ്. അപ്പോൾ ഔട്ടിൽ നിന്ന് നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് ഒരു റെസിസ്റ്റർ വെച്ച് കണക്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമ്മൾ VCC ഒക്കെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ റെസിസ്റ്റർ കൊടുക്കാൻ പോവാണ്, 1Kയുടെ. പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഔട്ടിലേക്ക് ഈ ബേസിൽ നിന്ന് ഒരു റെസിസ്റ്റർ കൊടുക്കാൻ പോകണം 1K. നമ്മളിവിടെ ഒരു കണക്ടർ എടുത്തിട്ടുണ്ട്, അതായത് VCCയും ഗ്രൗണ്ടും കൊടുക്കാനായിട്ടൊരു കണക്ടർ. ഇത് നമ്മൾ കുത്തി കയറ്റി വെച്ചിട്ട് കണക്ടർ വെച്ചിട്ട് ഈ പോസിറ്റീവ് നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് കൊടുക്കണം. ഇതാണ് പോസിറ്റീവ് വയർ. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. VCC കൊടുക്കുന്നത് നേരെ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്കും കൊടുക്കണം, നേരെ പവർ സപ്ലൈയിലേക്കും കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുക. ഷോർട്ട് ചെയ്ത് ഇനി നമ്മൾ നേരെ ബാറ്ററിയിലേക്ക് കൊടുത്താൽ മതി. ഈ വയർ നേരെ പോസിറ്റീവ് ബാറ്ററിയിലേക്ക് കൊടുക്കുക. നടുക്കത്തെ വയർ, അതായത് മോട്ടറിലേക്കുള്ള പോസിറ്റീവ് പോകുന്ന എവിടെയെന്ന് വെച്ചാൽ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ആ വയറോട് ഷോർട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. അത് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക്
മോട്ടർ കൊടുക്കാം. അതായത് ഇത് പോസിറ്റീവ് വയർ, മോട്ടറിലേക്കുള്ള പോസിറ്റീവും ഇത് വരുന്നത് മോട്ടറിലേക്കുള്ള നെഗറ്റീവ് വയറുമാണ് വരുന്നത്. പിന്നെ ഈ ഗ്രൗണ്ടും ഇത് തന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി. ഇത് നമ്മൾ ഈ അടപ്പിൻ്റെ മേളിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ 4 സൈഡിലിട്ട് ടൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിങ്ങനെ കിഴ്ത്തിയിടാം. അതിന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്മൾ മാർക്ക്. ഇനി ഇവിടെ കിഴ്ത്തിയിട്ടിട്ട് നമ്മൾ ടൈ ചെയ്യാൻ പോവാണ്. ബാറ്ററി നമ്മളിവിടെ ടൈ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പ്രോക്സിമിറ്റി സെൻസറൊക്കെ ഇതിൻ്റെ മേളിൽ പിടിപ്പിക്കാനുള്ള പരിപാടി നോക്കാം. ഇപ്പോൾ നമ്മുടെ നെഗറ്റീവ് എല്ലാം ഇവിടെ നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഇത് നടുക്കത്തെ വയറാണ്, അതായത് ഈ ഗ്രൗണ്ട് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുക, മോട്ടറിൻ്റെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുക. മോട്ടറിൻ്റെ ഇവിടെ നെഗറ്റീവ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അത് കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്ലീവ് കൊടുക്കുന്നുണ്ട്, സ്ലീവ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ഉരിക്കാൻ കൊണ്ട് വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പോസിറ്റീവ് എല്ലാം കൂടെ ബാറ്ററിയുടെ പോസിറ്റീവും മോട്ടറിൻ്റെ പോസിറ്റീവും എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്യേണ്ട ഈ VCC ഇല്ലേ, പ്രോക്സിമിറ്റി സെൻസർ അല്ലേ, അങ്ങോട്ട് നമ്മുടെ ബാറ്ററിയുടെ VCC മാത്രം കൊടുക്കുക. മറ്റേ മോട്ടറിൻ്റെ VCC നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ അകത്തു നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ VCC കൊടുത്തു. നമ്മൾ സ്വിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് എപ്പോഴും ഓൺ ആയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് എങ്ങനെ പിടിപ്പിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് കട്ട് ചെയ്തിട്ടൊരു 2 വയറെടുത്ത് ഇതിലേക്ക് കൊടുത്തേക്കുവാണ് സ്വിച്ചിലേക്ക്. നമുക്കിതിവിടെ ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ 2 കീഴ്ത്തിട്ട് ടൈ കൊടുക്കാൻ പോവാണ്. നമ്മൾ സ്വിച്ചും പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ നമ്മുടെ പ്രോക്സിമിറ്റി സെൻസറും എല്ലാം വെച്ച് ടൈ ചെയ്ത്, പിന്നെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്, ട്രാൻസിസ്റ്റർ. ഇനി നമ്മൾ ഈ ഓസ് ഈ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ട്രാൻസ്മിറ്ററിൻ്റെ നേരെ നമ്മൾ ഇങ്ങനെ ഓസ് പിടിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇത് ഓസ് കട്ടിയില്ല. അപ്പോൾ നമ്മളൊരു കമ്പി അതിൻ്റെ മുകളിൽ വെച്ച് ടൈ ചെയ്യുക, ഇങ്ങനെ വെച്ച് ടൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേറൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനറ്റത്തൊരു ലൈറ്റ് കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ഓസിൻ്റെ അറ്റത്ത് ഒരു ലൈറ്റ് കൂടെ കൊടുക്കുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ ലൈറ്റും വെച്ച് ടൈ ചെയ്യും. അപ്പോൾ നമ്മൾ കൈ വെക്കുമ്പം കൈ വീഴുന്ന കാണാനായിട്ടൊക്കെ ലൈറ്റ് വെക്കുന്നു. നമ്മുടെ ലൈറ്റും കമ്പിയും കൂടെ കൊടുത്ത് നമ്മളിങ്ങനെ വളയാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓണാക്കുമ്പോൾ കാണാം ലൈറ്റ് കത്തുന്നതാണ്, ലൈറ്റ് കത്തിയേക്കുന്നതാണ്. നമ്മൾ കൈ വെക്കുമ്പം കാണാൻ പറ്റും ലൈറ്റ്. സാനിറ്റൈസർ ഡിസ്പെൻസർ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് സാധനം. നമ്മൾ അന്ന് കാണിച്ചതിൽ കുറച്ചൊരു വ്യത്യാസം വരുത്തി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളതിൻ്റെ പുറത്തൊരു ഫോറക് ഷീറ്റ് വെച്ച് 3mm ഫോറക് ഷീറ്റ് വെച്ച് ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതായത് അതിന് നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോൾ എന്തെങ്കിലും ബോർഡൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളൊരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടി നമ്മളൊരു ഗ്യാപ്പ്, ഇവിടെ ഓസ് ഇറങ്ങാനായിട്ടൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ചാർജിങ് പോർട്ടാണിത്. പിന്നെ ഇതാണ് ഇൻഫ്രാറെഡിൻ്റെ. നമ്മളത് വെട്ടമൊക്കെ അടിക്കുമ്പോൾ ഇത് തന്നെ ഓടാൻ ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി നമ്മളൊരു പ്രൊട്ടക്ഷൻ ആയിട്ടൊരു കോട്ടിങ് വേറെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്വിച്ച് നമ്മൾ നേരത്തെ വെച്ചിരുന്നത്, അത് നമ്മൾ പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വാങ്ങിച്ച സാനിറ്റൈസർ. ഇത് നമ്മൾ ഒഴിക്കുകയാണ്. ഇതിനൊരു 125 രൂപ വില വരും. നമുക്ക് വാങ്ങിക്കണം 1/2 ലിറ്ററിൻ്റെയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു കുപ്പിക്കകത്ത് നിറയുന്ന രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ അപ്പുമാണ് ഇത് ഒഴിക്കാൻ പോകുന്നത്, തുറന്നിട്ട് ഒഴിക്കാൻ പോകുന്നത്. ഇത് വെള്ളം മുഴുകിയിരിക്കുന്ന സാനിറ്റൈസറാണ്. അതിപ്പോൾ മോട്ടറിൽ കൂടെ പെട്ടെന്ന് കയറി. ജെല്ലാണെങ്കിൽ ഈ മോട്ടർ വയ്ക്കാൻ സ്ഥലം പാടായിരിക്കും. അതുകൊണ്ട് ഒഴിക്കുമ്പോൾ നമ്മൾ വെള്ളം മുഴുക്കുള്ള സാനിറ്റൈസർ ഒഴിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അവത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ അപ്പുമാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടപ്പ് തുറന്നിട്ടുണ്ട്. നമ്മൾ സാനിറ്റൈസർ ഒഴിക്കാൻ പോവാണ്. ഒഴിച്ചു. നമ്മൾ സാനിറ്റൈസർ ഇത് കുറച്ചേ കാണത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരെണ്ണം വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാം. ഒരെണ്ണം ഒഴിച്ച് ശകലം ഒഴിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. മോട്ടർ മുങ്ങുന്ന രീതിയിലുള്ള സാനിറ്റൈസർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്നിട്ട് അടച്ചു വെക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സാനിറ്റൈസർ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ മോട്ടർ മുങ്ങിക്കിടങ്ങുന്ന രീതിയിൽ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നിറച്ചൊഴിക്കാൻ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മോട്ടർ കിടക്കുന്നുണ്ടോ, ഇത്രയാണ് നമ്മൾ സാനിറ്റൈസർ ഒഴിച്ച അളവ്. പിന്നെ നമ്മൾ നല്ലതായിട്ട് മുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓണാക്കി ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്വിച്ച് ഒന്ന് ഓണാക്കി കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലാണ് സ്വിച്ച്, അത് ഓണാക്കുവാണ്. അപ്പോൾ ഓണാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം അകത്തൊരു ഈ ഗ്യാപ്പിൽ കൂടെ ചെറിയൊരു വെട്ടം കാണാൻ പറ്റുന്നുണ്ടോ? ഇൻഡിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇത് എൻ്റെ ബോർഡ് ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വെച്ച് നോക്കാൻ പോവാണ്. കൈ വെക്കുമ്പോൾ അറ്റത്തൊരു ലൈറ്റും കത്തും, സാനിറ്റൈസർ വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ടതനുസരിച്ച് കൈ വെക്കുക. കൈ മതിയെന്ന് തോന്നുമ്പോൾ കൈ മാറ്റുക. കുറേ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി സാനിറ്റൈസർ വരികയും ചെയ്യും. ഇപ്പോൾ നോക്കുമ്പോൾ കാണാം നമ്മുടെ ഇൻഫ്രാറെഡിൻ്റെ ലൈറ്റ് കത്തി കിടക്കുന്നതാണ്. നമ്മൾ നേരിട്ട് നോക്കിയാൽ അത് കാണാൻ പറ്റത്തില്ല. നമ്മൾ റിമോട്ടിൽ കൂടെ, അതായത് ക്യാമറയിൽ കൂടെ നോക്കുമ്പോഴേ ഉള്ളൂ നമ്മുടെ ഇൻഫ്രാറെഡ് കത്തി കിടക്കുന്ന ചുവന്ന കളർ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ റിമോട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത് അങ്ങനെയാണ്, നല്ലതാണോ എന്നൊക്കെ. നമ്മളത് ഒന്നുകൂടെ കൈ വെച്ച് നോക്കാൻ പോവാണ്. നമ്മുടെ കണ്ണനാണ് കൈ വെക്കാൻ പോകുന്നത്. നമ്മൾ കൈ വെക്കുമ്പം ലൈറ്റും കത്തും, വെള്ളവും വരും. ഓക്കെ.
നമുക്ക് വേണ്ടത്ര നമ്മൾ വെച്ചിട്ട് മാറ്റുക. നമുക്ക് വേണ്ടത്ര ഉള്ള സാനിറ്റൈസർ എടുത്തിട്ട് നമ്മൾ മാറ്റിക്കളയുക. ഓക്കെ, നമുക്ക് ഒത്തിരി കൈ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി സാനിറ്റൈസർ വരും. നമ്മൾ അപ്പം വേണ്ടത്ര എടുത്തിട്ട് മാറ്റുക. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്നാന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ഇൻഫ്രാറെഡിൻ്റെ ട്രാൻസ്മിറ്ററും റിസീവറും ഈ ബോർഡിൽ തന്നെയുണ്ട്. അപ്പോൾ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഒരു വേവ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൈ വെക്കുമ്പോൾ അത് ബ്രേക്ക് ആവും. അന്നേരമാണ് ഈ സാനിറ്റൈസറിൻ്റെ മോട്ടർ വർക്കാകുന്നത്. അപ്പോൾ നമ്മളെ ബ്രേക്ക് ആകുമ്പം ഇതിൻ്റെ സ്വിച്ച് ഓൺ ആകും. അങ്ങനെയാണ് നമ്മുടെ സാനിറ്റൈസർ കയറുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ ഡിസ്പെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, വേണ്ട രീതിയിൽ സെറ്റാക്കാം. ഇതിൻ്റെ മേളിൽ ശകലോടെ വൃത്തിക്കൊക്കെ വേണം ചെയ്യാം. നമ്മളിപ്പോൾ പെട്ടെന്ന് ചെയ്ത് കാരണം ഇങ്ങനെ ചുമ്മാ ഒരു വട്ടം കൊടുത്ത് ചെയ്തേയുള്ളൂ. നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഫോറക് ഷീറ്റ് വാങ്ങിച്ചാൽ അല്ലെ വേറെ എന്തെങ്കിലും കയ്യിലുള്ള സാധനം കിട്ടും ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ സ്വിച്ചൊക്കെ പുറത്ത് വേണം. പിന്നെ ഇത് നമുക്ക് കുത്തിയിട്ടുണ്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ആവശ്യത്തിന് കടയിലൊക്കെ വെച്ചേക്കുന്ന സാധനമാണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ ഉടനെ കുത്തിയിട്ടുണ്ട് നമുക്ക് വർക്ക് ചെയ്യാം. 5 വോൾട്ടിൻ്റെ ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് കുത്തിയിട്ടുണ്ട് വർക്ക് ചെയ്യാം. പിന്നെ സാനിറ്റൈസർ ചെയ്യുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി തുറന്നിട്ട്. അപ്പം എൻ്റെ പരിപാടി.